അയ്യങ്കുഴി വിഷയം മിനിസ്റ്ററുടെ ശ്രദ്ധയിലുണ്ട്. ഞാൻ എൻ്റെ ശ്രദ്ധയിലില്ല, ഇപ്പം ഇല്ല. അല്ല, മിനിസ്റ്റർക്ക് ആ വിഷയം അറിയില്ല. അമ്പലമുള്ള അയ്യങ്കുഴിയിലെ അല്ല, എൻ്റെ മുൻപിലേക്ക് ആ പ്രശ്നം വന്നിട്ടില്ല. മനസ്സിലാക്കിയിടത്തോളം മിനിസ്റ്റർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അയ്യങ്കുഴി അതിജീവന സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ വ്യവസായ മന്ത്രിയായിരിക്കെ ആ വിഷയം ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഇല്ല, ഞാൻ അതിജീവനം ഉദ്ഘാടനം ചെയ്തിട്ടില്ലല്ലോ. അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞനുസരിച്ച് മിനിസ്റ്റർ ഞാൻ ജീവനോട് ഇവിടെ നിൽക്കല്ലേ. ശരി, എന്നാലും പ്രശ്നം എന്താ നോക്കാം. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ക്യാമ്പയിൻ 6 മാസം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പഴയ വിഷയമാണ്, പഠിക്കാമെന്നാണ്. ഇപ്പോഴും മിനിസ്റ്റർ എറണാകുളത്താണ്, അമ്പലമുകളിലാണ്, മിനിസ്റ്റർ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററാണ്. താങ്കൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ കുറെ മനുഷ്യർ കുറെ കാലങ്ങളായിട്ട് അവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ റീസൺ ശ്വാസതടസ്സമാണെന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നം നമ്മുടെ മുൻപിൽ റവന്യൂവിനോട് പരിശോധിക്കാൻ പറയും. ഒരു പദ്ധതി ഇല്ല, നമുക്ക് നിയമം ചട്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ഹൈക്കോടതി ചാനലുകൾക്ക് ഉന്നയിച്ചിട്ടുണ്ട് മിനിസ്റ്റർ ഈ വിഷയത്തിൽ. ഹൈക്കോടതിയിൽ പറഞ്ഞാൽ അപ്പം തന്നെ തീരുമാനം എടുക്കില്ലേ? ആരാ ഭൂമി ഏറ്റെടുക്കേണ്ടത്? ഒന്നുകിൽ സർക്കാരോ അല്ലെങ്കിൽ കമ്പനികളോ ഈ ഭൂമി ഒരു ഉത്തരവാണിക്കും. ഉത്തരവല്ല, ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തി. അല്ല, വിമർശനം എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതി ഓപ്പൺ കോർട്ടിൽ പറയുന്നതൊന്നും വിധിയല്ല. വിധി അല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനം എന്ന് പറയുന്നത്. കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോടതി ഓപ്പൺ കോർട്ടിൽ പലതും ചോദിക്കും. അത് ഞാൻ പറയുന്നത് കേക്ക്. നിസ്സാരമല്ലല്ലോ. നിങ്ങൾ ചാനലിനൊരു വിഷയം വേണം, നിങ്ങൾക്ക് അത് അപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി. ഞാൻ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ പറഞ്ഞത് എന്താ? ഹൈക്കോടതി രൂക്ഷ വിമർശനം. ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിമർശനം ചോദിക്കും, കണക്കെവിടെയെന്ന് ചോദിക്കും. ഇത് വസ്തുതയിലേക്ക് കോടതിക്ക് എത്താനുള്ളതാണ്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞു മാധ്യമങ്ങൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. വിധിയാണ് ബൈൻഡിങ്. പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. ഈ പ്രശ്നം നേരത്തെ വന്നപ്പോൾ കളക്ടറും എല്ലാവരും ബന്ധപ്പെട്ട ഘട്ടത്തിലും അന്നും പറഞ്ഞിരുന്നു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് BPCL പദ്ധതി വരുമ്പോൾ ഈ സ്ഥലത്തിന് ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും. ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ രോഗാവസ്ഥയിലേക്ക് പോയി. ഞാൻ പറയുന്നത് ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഇത്രയും കാലമായല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ. എനിക്ക് നിങ്ങൾ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ലാന്ന്. അല്ല, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല. നിങ്ങൾ മനുഷ്യരുടെ ജീവന്റെ പ്രശ്നം ഒരു പ്രശ്നമല്ലെന്ന് മിനിസ്റ്റർക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ ഇന്ന് ഒഴിഞ്ഞു മാറുന്നതുകൊണ്ടാണ് വീണ്ടും. എന്തോ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലോ എന്റെ ജോലി. താങ്കളോട് ചോദ്യം ചോദിക്കലാണ് ഞങ്ങളുടെ ജോലി. ആയിരിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു? വർഷങ്ങളായുള്ള എത്ര വർഷമായി റിപ്പോർട്ട് ചെയ്യുന്നു? വർഷത്തിലധികമുള്ള വിഷയമാണ്. ഞാനിപ്പോ ആയില്ലുള്ളൂ. നിങ്ങൾ ഞാൻ 6 മാസം മുമ്പ് താങ്കളോട് അതേ ചോദ്യം ചോദിച്ചിരുന്നു. വീണ്ടും താങ്കൾ അതേ ഉത്തരം പറഞ്ഞു എന്റെ ശ്രദ്ധയില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്. താങ്കൾ ഒറ്റ കാര്യം പറഞ്ഞത് അവിടുത്തെ മനുഷ്യരിൽ ഉന്നയിക്കുന്ന വിഷയം സീരിയസ് വിഷയമല്ലെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വേറെ എന്താ ചോദിക്കാനുള്ള? മാധ്യമ പ്രവർത്തനം പഠിക്കേണ്ടത് ഞാൻ പറയാം. ഞാൻ മാധ്യമ പ്രവർത്തനം ആയതുകൊണ്ട് പറയാം. നിങ്ങൾ വന്നിട്ട് ഒരു ജനപ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ എഴുതി കാണിച്ചു മന്ത്രി വാക്ക് പാലിച്ചില്ല. ഞാൻ ഏത് വാക്ക് കൊടുത്തു? ഏത് ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾ എഴുതി കാണിക്കുന്നത്? താങ്കൾ ഫോണിലൂടെ ഞാൻ എന്ത് സംസാരിച്ചു? അതാണ് താങ്കളോട് ഇപ്പോൾ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ? പ്രതിഷേധക്കാർ പറയുന്നു മന്ത്രി ഫോണിലൂടെ ബന്ധപ്പെട്ടു പറഞ്ഞല്ലോ. വാർത്ത കാണിക്കും. അത് അത്രേ ഉള്ളൂ. നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം പരിശോധിക്കും, എന്താന്ന് നോക്കും. അതില്ല, അത്ര ഉത്തരം മതിയില്ലേ? അല്ല, 6 മാസത്തിന്റെ ഇടവേളയിൽ വരെ അല്ല, എന്റെ ഭാഗമല്ലാന്നത്. ഇത് റവന്യൂവായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതിൽ ഒരു സംവിധാനമുണ്ട്. നമ്മുടെ മുൻപിൽ വന്ന് എൻ്റെ അടുത്ത കാലത്ത് ഒന്നൊരു നിവേദനം എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. നേരത്തെ വന്നിട്ടുണ്ടാവും, ആ വന്ന ഘട്ടത്തിൽ അത് കൈമാറിയിട്ടുണ്ടാവും, പരിശോധിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ചാനലുകൾക്കിപ്പോൾ ഒരു രീതിയുണ്ട്, നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാവും, ആ വിഷയത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ചോദ്യം അങ്ങനെയല്ല. ഞാൻ എഡിറ്ററായും മുഖ്യ പത്രാധിപരായും പ്രവർത്തിച്ചിരുന്ന ആളാണ്. നിങ്ങൾ കുട്ടികളല്ലേ, ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 35 കൊല്ലമായി റിപ്പോർട്ട്. നിങ്ങൾക്ക് 35 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. താങ്കൾ ഒരു വിഷയത്തിന്റെ സീരിയസ്നെസ് തകർത്ത് കളയേണ്ടത് താങ്കളുടെ എക്സ്പീരിയൻസ് പറഞ്ഞോ എന്റെ പ്രായം പറഞ്ഞോ അല്ല. ആയിക്കോട്ടെ, ഞാൻ ആ തർക്കത്തിനില്ല. ഞാൻ ഈ റിപ്പോർട്ടർ ചാനലില് ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഇതിനകത്ത് എന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. ഫസ്റ്റ് നിങ്ങളെന്നില്ലാന്ന് തോന്നുന്നു തുടങ്ങിയത്. ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളെന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളെന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാരണയിൽ ജീവിക്കുന്നവരാണെന്നാണ്?
അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതിയുടെ സ്വഭാവവും നിങ്ങളുടെ ടോണും എന്താ? പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണ് ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത്? അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത്? അപ്പൊ അത് വേണ്ട. നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ രാവിലെ, അത് ചിലപ്പോൾ എന്നെ വിളിച്ച് കിട്ടിയില്ലാന്ന് പിന്നെ ചിലത് പറഞ്ഞു ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് രീതി വേണ്ടേ? ഈ പുതുതലമുറ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കാര്യം വരെ നിങ്ങൾ നോക്കിയാൽ മതി, ഇതനുസരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ടിനും നിർവചനം കിട്ടും. ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയല്ലേ, പിന്നെ എന്താ വേണ്ടേ? ഏതാ സ്വാഭാവികമായിട്ട് അവർക്കൊരിതുണ്ടാവും. ഞാൻ പറഞ്ഞ രാജ്യത്ത് നിലനിൽക്കുന്ന രീതി ഇതാണ്. ക്യാപിറ്റീവ് പവർ പ്ലാൻ KSEB ചിലപ്പോൾ കിട്ടിയാൽ കൊള്ളാമെന്ന് അവർക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവില്ല, നമുക്കാണെങ്കിലും. ഇത് KSEB അവർ തുടങ്ങി അവരുടെ വൈദ്യുതി ഉൽപ്പാദനം അവരുടെ ഫാക്ടറിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇത് ക്യാപിറ്റീവ് പവർ പ്ലാന്റ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സെർച്ച് ചെയ്തറിയാം എന്താണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ്. നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ച് ക്യാപിറ്റീവ് പവർ പ്ലാന്റിന് സമയമുണ്ടോ, മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്, ഇതിനുശേഷം 94 ടെസ്റ്റിലിന് ഇൻഡസ്ട്രിലിന് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും. അതിലൊരു പ്രശ്നം, നമ്മൾ ഇടപെട്ട് ഒരു ധാരണയിലേക്ക് എത്തിയതാണല്ലോ. അങ്ങനെയാണ് ആ ധാരണ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ 2 യൂണിയനുകൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയതോടുകൂടിയാണ് അത് പ്രശ്നത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഹൈക്കോടതി കേസ് നിൽക്കുമ്പോൾ നമുക്കിത് പട്ടയഭൂമിയാണ്, ശരിക്കും നമുക്കിത് വിൽക്കാനോ കൈമാറാനോ പറ്റില്ല. ഒരു സർക്കാർ ഏജൻസിയിൽ നിന്ന് വേറൊരു ഏജൻസിയിൽ കൊടുത്തിട്ട് കഴിയുമോ എന്നതാണ് യൂണിയനുകൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ധാരണ എന്നുള്ളത്. എന്നാൽ ആ ധാരണ വ്യത്യസ്തമായിക്കൊണ്ട് കോടതി പോയി. അപ്പോൾ കോടതി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇൻഫോ പാർക്ക് ആ കൈമാറ്റം ഇപ്പോൾ അവരങ്ങനെ അനുകൂലിക്കുന്നില്ല, അവർ വേറെ ലാൻഡ് പൂളിങ്ങിലേക്ക് പോവാണ്. എങ്കിലും ഈ പ്രശ്നം 245 കോടി അധിക ബാധ്യതയുണ്ട്. നേരത്തെ തന്നെ 14 കോടി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കടമെടുത്ത് വേറെ പൊതുമേഖലാ സ്ഥാപനത്തിന് കടമെടുത്ത് കൊടുത്തു. അത് തന്നെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കപ്പെട്ടില്ല. ഇപ്പോൾ പവർ ഫിനാൻസ് കോർപ്പറേഷൻ അവർ NCLT പോയിരിക്കുകയാണ്. അവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ള 50 കോടിയും 80 കോടിയുണ്ട്. അപ്പോൾ അതിനകത്തിപ്പോൾ റിപ്പോർട്ട് നോക്കുമ്പോൾ ആ പണം എടുത്തതിന് തന്നെയല്ല, കുറേയൊക്കെ അരിയേഴ്സ് മറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ വിനിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും ട്രേഡ് യൂണിയനുകളായിട്ട് ഒന്നുകൂടി ചർച്ച ചെയ്യണമെന്ന് കാണുന്നുണ്ട്. അതിൽ അവർ കോടതി പോയതാണ് ഈ പ്രശ്നം വൈകിപ്പിച്ചത്. എങ്കിൽ പോലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ടോ, അവരുടെ പരാതികളെല്ലാം ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. 245 കോടിയാണ് അക്യൂമുലേറ്റഡ് ലോസ് എന്നുള്ളത്. അത് നോക്കിക്കൊണ്ട് എങ്ങനെ ഈ സ്ഥാപനം 2 യൂണിറ്റുകൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ ഒരു രീതി എന്ന നിലയിലാണ് സർക്കാർ ശ്രമിച്ചത്. ആ രീതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഒരു ചർച്ച കൂടി നടത്തുന്നുണ്ട്. എന്നിട്ട് സാധ്യമാകുന്ന രൂപത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി സർക്കാർ ശ്രമിക്കും. പങ്കെടുത്ത യോഗത്തിൽ ഒരു പ്രത്യേക പാക്കേജ് ഒരു ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് ആ യോഗത്തിൽ തീരുമാനമായി മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് മാനേജ്മെന്റ് ആ തീരുമാനം അട്ടിമറിക്കുന്ന തൊഴിലാളി ഒന്നടങ്കം അത് കോടതിയിൽ വരാ പോയത്, മാനേജ്മെന്റ് അല്ല. കോടതിയിൽ ഇവർ പോയിട്ട് ഇവർക്ക് കൊടുക്കാവുന്ന പണം മുഴുവൻ കൊടുത്തിട്ടേ കൈമാറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. വേറൊരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് കത്ത് നൽകി ഒരു ഗ്ലോബൽ ടെൻഡറിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കാരണം ഇത് ഗ്ലോബൽ ടെൻഡറിലേക്ക് പോകാൻ പറ്റില്ല, സർക്കാരിൻ്റെ പട്ടയഭൂമിയാണ്. കമ്പനി ആ യൂണിറ്റിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് ഭൂമി സർക്കാരിലേക്ക് വന്നു ചേരും. കാരണം നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രത്യേക അവസ്ഥ വെച്ചിട്ട് ക്യാബിനറ്റിൻ്റെ കൂടെ അംഗീകാരം വേണ്ടി വരും. ആ അവസ്ഥ വെച്ചിട്ട് ഈ മറ്റൊരു സ്ഥാപനത്തിന് കൈമാറുമ്പോൾ ആ പണം വിനിയോഗിച്ചിട്ട് ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് നോക്കിയത്. പക്ഷേ ഇവർ നേരെ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരെ കോടതി പോയി. ആ കോടതി പോയതാണ്. പാക്കേജ് എന്നുള്ളത് ഞങ്ങൾ അന്ന് കണ്ടു. ഇത് 2 സംയോജിപ്പിക്കൽ, അടച്ചുപൂട്ടലല്ല. തിരുവല്ല ഇരുമ്പനം യൂണിറ്റുകൾ സംയോജിപ്പിക്കുമ്പോൾ ഇരുമ്പനം യൂണിറ്റിലുള്ള ആളുകൾക്ക് തിരുവല്ലയിൽ പോകാം. അപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് വടക്കൻ കേരളമാണ്, പിണറായി യൂണിറ്റിലേക്ക്, അപ്പോൾ അതിന് ഓപ്ഷൻ കൊടുക്കാൻ തോന്നും. അപ്പോൾ അവരുടെ ആവശ്യം വന്നു, അങ്ങനെ പോകാൻ പറ്റാത്ത പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു പാക്കേജ് കൊടുക്കാം, അതും ആലോചിക്കാമെന്ന് പറഞ്ഞു. ആ ആലോചന നിൽക്കുമ്പോഴാണ് ഇവരിതിലേക്ക് പോയത്. അതാണ് അതിൻ്റെ പുറകിലുള്ളത്. ശ്രീ വഞ്ചിയൂര് റോഡ് കയ്യേറി വേദി കെട്ടിയ കാര്യത്തിൽ കോടതി വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ടോ? കോടതി പറഞ്ഞ ജില്ലാ സെക്രട്ടറി കോടതിയുടെ ഒരു വിധി വരട്ടെ. പാർട്ടിയിൽ ഭിന്നാഭിപ്രായമുണ്ടോ? പാർട്ടി കമ്മിറ്റിയോട് ചർച്ച ചെയ്തിട്ടില്ല. അത് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കില്ല. അവിടുത്തെ പ്രാദേശിക പ്രശ്നമല്ലേ. പിന്നെ നിങ്ങൾ ആദ്യത്തെ ചോദ്യം, നിങ്ങളിവിടെ പങ്കെടുത്ത മുഴുവൻ ആളോടും ചോദിച്ചു, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യും.
കേട്ടോ, ആദ്യം ചോദ്യം ചോദിച്ചല്ലോ. ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ മറുപടി പറഞ്ഞ ദാവൂദിന്റെ ചാനലല്ലേ എന്നാണ്. അത് ആദ്യത്തെ ചോദ്യമല്ലേ, ആദ്യത്തെ ചോദ്യമല്ലേ. താങ്കൾ 35 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു, അപ്പോൾ താങ്കൾ അങ്ങനെയാണ് മറുപടി പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാറുണ്ടെന്ന് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോരായിരുന്നു, അത് ചോദിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്. ഞാനാണെങ്കിൽ സമ്മേളനം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുതിയ സെക്രട്ടറിമാരെ വിളിച്ചിട്ട് വല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളും പ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടായോ എന്ന് ഞങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ്, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് കഴിയുമല്ലോ. ഇതാ ഇതിനാണ് നിർമ്മിത വാർത്തകൾ എന്ന് പറയുക. നിങ്ങൾക്കൊരു വാർത്ത ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഓരോരുത്തർ വിളിച്ച് ചോദിച്ചു, ഞങ്ങളൊക്കെ കഴിയുമ്പോൾ അപ്പം തന്നെ വിളിച്ചു ചോദിക്കും. ഇപ്പോൾ കേരളത്തിൽ ഇതിനെക്കുറിച്ച് എന്താ വിമർശനം നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞു. വ്യവസായ മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും പറഞ്ഞു. നിങ്ങൾ അതിനേക്കാൾ മാധ്യമപ്രവർത്തകർ എന്നെക്കുറിച്ചൊരു വിമർശനം പറ, ധൈര്യമായിട്ട് പറഞ്ഞു. താങ്കളെ കുറിച്ചുള്ള വിമർശനം താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം തരുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ ചോദിക്കാൻ പഠിച്ചാൽ മതി. അല്ല, അത് ചോദ്യം ഞാൻ നിങ്ങളോട് ഇതിനകത്ത് തർക്കത്തിനില്ല. ഞാൻ എന്റെ ഊർജ്ജം കളയല്ല. ചോദിച്ച ചോദ്യം കൊണ്ട് പറയാണ് താങ്കളുടെ പ്രശ്നം എന്താണെന്ന് താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ട് പറഞ്ഞത് ഈ സർക്കാരിന്റെ നിലപാട് ഫാറൂഖ് കോളേജിന്റെ നിലപാട് മുനമ്പത്തിന്റെ നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രമേ സന്ദർശനം നടത്തുന്നു. ഈ സർക്കാർ എന്താണ് നിലപാട് റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുന്നതിൽ ഒരു കാലതാമസം ഏതിന്? മുനമ്പം വിഷയത്തിൽ. മുനമ്പം വിഷയം ഇപ്പൊ കണ്ടല്ലോ. ഇപ്പൊ ചൂട് ചോദിക്കുന്ന നമ്മുടെ സുഹൃത്തുണ്ടല്ലോ, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന് പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന് പറഞ്ഞല്ലോ ഒരാള്, പലതവണ വിളിച്ചു പറഞ്ഞല്ലോ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന്. മിനിസ്റ്റർ അവിടെ ചോദ്യം ചോദിക്കുന്നത് താങ്കൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് മറ്റൊരാൾ ചോദ്യം ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മാധ്യമ നിങ്ങളുടെ വിഷയം ചോദിച്ചു. താങ്കൾ താന്തോന്നിത്തരത്തിന് എത്ര വിശദമായി പറഞ്ഞില്ല നിങ്ങളോട്? അയ്യങ്കുഴി വിഷയം പല ആവർത്തിയായി ചോദിക്കുന്നു. അതെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ ഇപ്പം ഞാനില്ല. ഞാൻ നിങ്ങളുടെ മുതിർന്ന ആളുകളോട് സംസാരിക്കാം. എങ്ങനെയാണ് പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതി, ഒരു രീതി തന്നെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? നിങ്ങൾ എന്താ ഞാനിപ്പോൾ നിങ്ങളോട് അതിന് തർക്കത്തിനില്ല. നിങ്ങളൊരു വൈകാരിക ജീവിയായിട്ട് നിന്നോളൂ. ഞാൻ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ പറയട്ടെ, സർക്കാരിന് എന്ത് റിപ്പോർട്ടാണ്? അല്ല, ഈ മുനമ്പം വിഷയത്തിൽ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞാൽ എല്ലാവരും റവന്യൂ വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. അല്ല, അത് കമ്മീഷൻ കൊടുക്കുമല്ലോ. കമ്മീഷൻ നമ്മൾ 3 മാസം ടേംസ് ഓഫ് റെഫറൻസ് വളരെ വ്യക്തമാണല്ലോ. ബോണോഫൈഡ് ഒക്യുപ്പൻസിന്റെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കലാണ്. അതിന് സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങളുടെ മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. വരാപ്പുഴ അതിരൂപതയിൽ പോയത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ലീഗ് ഇപ്പം എന്ത് ചെയ്യണം? വക്കഫ് ആണെന്ന് ഇപ്പോൾ അവർ ഉറപ്പിച്ചു. വക്കഫ് വിൽക്കാൻ പറ്റില്ലല്ലോ. വിറ്റതാരാ? ലീഗുമായി ബന്ധമുള്ളവരല്ലേ. വിൽപ്പന നടത്തിയതാരാ? KPCC ജനറൽ സെക്രട്ടറി അല്ലേ, ആണല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യണം? അതിന് എന്താണ് പരിഹാരം? ആ പരിഹാരം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നല്ലേ UDF പറയണ്ടേ? വക്കഫ് ആണെന്ന് ലീഗ് പറയുമ്പോൾ ലീഗിൻ്റെ റഷീദ് അലി തങ്ങൾ തന്നെ ആധികാരികമായിട്ട് ഓർഡർ ഇറക്കി കഴിയുമ്പോൾ അത് KPCC സെക്രട്ടറി വിറ്റ ഭൂമി തെറ്റാണെങ്കിൽ ഇനി കമ്മീഷൻ കണ്ടെത്താണ് അതിനെന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ ഞങ്ങളത് തയ്യാറാണ്. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അതിനാവശ്യമായ എല്ലാ നഷ്ടപരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ കറക്റ്റായിരുന്നു. അതാണ് അവർ ചെയ്യേണ്ട ഒരു ഭാഗം എന്നുള്ളത്. ബാക്കി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഓഫീസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തല്ലോ. നമ്മൾ ഉത്തരവിൽ തന്നെ ഓഫീസ് ഇറക്കി 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് പരിഹാരം കാണണമെന്നാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഞാൻ വാർത്ത കണ്ടേ ഉള്ളൂ, മറ്റ് വിശദാംശങ്ങൾ അറിയില്ല. ശരി, എന്തുണ്ട്?